ഫ്രണ്ട്സ്, ലൈൻ 1 by 1 മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും ടൈം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSC വീണ്ടും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. LDC LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകം ഈ ചോദ്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അതായത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 73 പഞ്ചായത്ത് രാജ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 74 നഗരപാലിക സമ്പ്രദായം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ്, 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായം, പിന്നെ നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓൺലി 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭരണഘടനാ ഭേദഗതി ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് എഴുതേണ്ടത്. ഓക്കെ, ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ഉത്തരം ഓപ്ഷൻ A ആണ്. ഓൺലി 1 and 2. അതായത് ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 42ാം ഭേദഗതി ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. 42 ചെറുഭരണഘടന. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 44ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി. 44 വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3, 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഓപ്ഷൻ A ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് 42ാം ഭേദഗതി ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു. അതുപോലെ 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഓപ്ഷൻസ് A ഡോക്ടർ BR അംബേദ്കർ, B ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, C ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആൻഡ് ഓപ്ഷൻ D ജവഹർലാൽ നെഹ്റു. എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ B ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻസ് നോക്കാം. അനുച്ഛേദം 51, അനുച്ഛേദം 51A, അനുച്ഛേദം 52, അനുച്ഛേദം 32. ഉത്തരം അനുച്ഛേദം 51A ആണ്. മറക്കരുത്. മൗലിക കടമകൾ അനുച്ഛേദം 51A. അടുത്ത ചോദ്യം, ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സുപ്രീം കോടതിയാണ് ആൻസർ വരുന്നത്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. അടുത്ത ചോദ്യം നോക്കാം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി, 44ാം ഭരണഘടനാ ഭേദഗതി, 52ാം ഭരണഘടനാ ഭേദഗതി, 74ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. 44ാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയത്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, B മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, C ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം, D സമത്വത്തിനുള്ള അവകാശം.
ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതെന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏത് മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആൻഡ് ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചോദ്യം നോക്കാം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻസ് എ ഭാഗം 3, ബി ഭാഗം 2, സി ഭാഗം 4, ഡി ഭാഗം 4A. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭാഗം 4A. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത് 6 മൗലിക അവകാശങ്ങളാണ്. ഉത്തരം 6 ആണ്, ഓപ്ഷൻ ബി 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഒന്നുകൂടെ വായിക്കാം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, ബി യൂണിഫോം സിവിൽ കോഡ്, സി കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, ഡി ലഹരി വസ്തുക്കളുടെ നിരോധനം. ഉത്തരം യൂണിഫോം സിവിൽ കോഡാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം അല്ലാത്തത് യൂണിഫോം സിവിൽ കോഡാണ്. ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് എ നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, സി പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, ഡി തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ച് നോക്കാം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ആശയങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധമുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. സോ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 3, 4 സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമാണ് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധമുള്ളത്. അതായത് ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ PSC പരീക്ഷകളിലെല്ലാം തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപാടുകൾ നടക്കുന്നത്.
ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. തെറ്റായ പ്രസ്താവനയായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും നിലകൊള്ളാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 31, ബി ആർട്ടിക്കിൾ 32, സി ആർട്ടിക്കിൾ 33, ഡി ആർട്ടിക്കിൾ 34. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 32. അടുത്ത ചോദ്യം. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് എ 39, ബി 42, സി 44, ഡി 61. ഉത്തരം ഓപ്ഷൻ സി ആണ്, 44. അടുത്ത ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് എ 42, ബി 44, സി 39, ഡി 51. ഉത്തരം ഓപ്ഷൻ എ ആണ്, 42. അടുത്ത ചോദ്യം. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓപ്ഷൻസ് എ 24 ജനുവരി 1950, ബി 22 ജൂലൈ 1947, സി 26 നവംബർ 1949, ഡി 27 ഡിസംബർ 1911. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 22 ജൂലൈ 1947. ക്വസ്റ്റ്യൻ നോക്കാം. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. റിട്ടുകൾ. ഓപ്ഷൻസ് എ 32, ബി 368, സി 352, ഡി 226. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ഡി 226 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഓപ്ഷൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, നീതി ആയോഗ്. അടുത്ത ചോദ്യം. നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻസ് ഓപ്ഷൻ എ 74, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 73, ഓപ്ഷൻ ഡി 91. ഉത്തരം ഓപ്ഷൻ എ ആണ്, 74. അടുത്ത ചോദ്യം നോക്കാം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം. ഓപ്ഷൻസ് 1969, 1964, 1960, 1970. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1969. അടുത്ത ചോദ്യം. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? ഓപ്ഷൻസ് 44, 42, 51, 61. ഉത്തരം 42 ആണ്. അടുത്ത ചോദ്യം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം. ഓപ്ഷൻ എ സമത്വ അവകാശം, ഓപ്ഷൻ ബി പാർപ്പിട സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി സ്വത്തവകാശം, ഓപ്ഷൻ ഡി സമ്മേളന സ്വാതന്ത്ര്യം. ഉത്തരം സ്വത്തവകാശമാണ്. നമ്മൾ ഇതേ ചോദ്യം തന്നെ ഇതിനു മുന്നേ കണ്ടിരുന്നു. പക്ഷേ ഇത് ഭരണഘടനാ ഭേദഗതിയാണെന്നായിരുന്നു ചോദ്യം. അതായത് സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഉത്തരം 44. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നത് ഇത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. അതിന് ഉത്തരം 1978 ആണ്. അതായത് 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടത്. ഈ ഒരു 3 ക്വസ്റ്റ്യൻസ്, അതായത് വർഷം, അല്ലെങ്കിൽ ഏത് അവകാശമാണ്, അല്ലെങ്കിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ്, ഈ 3 ക്വസ്റ്റ്യൻസും തിരിച്ചും മറിച്ചുമെല്ലാം ഈ PSC പരീക്ഷകളിൽ ചോദിച്ചു വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യനായിട്ട് ഇതിനെ കാണാം.
അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ ഒരു ചോദ്യം മിസ് ചെയ്യരുത്, എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓപ്ഷൻസ്: എ ആമുഖം, ബി മൗലിക അവകാശങ്ങൾ, സി അനുബന്ധങ്ങൾ, ഡി ഭേദഗതികൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആമുഖം. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ എ, മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ഓപ്ഷൻ ബി, മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓപ്ഷൻ സി, ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റേതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻസ്: എ അമേരിക്ക, ബി ബ്രിട്ടൻ, സി സോവിയറ്റ് യൂണിയൻ, ഡി കാനഡ. ഉത്തരം സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്. ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ 1947 ജൂലൈ 22, ബി 1947 ആഗസ്റ്റ് 15, സി 1950 ജനുവരി 26, ഡി 1949 നവംബർ 26. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻസ്: എ ഡൽഹി, ബി മുംബൈ, സി കൊൽക്കത്ത, ഡി ചെന്നൈ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡൽഹിയിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പാർവതിഭായ്, ബി അക്കമ്മ ചെറിയാൻ, സി ദാക്ഷായണി വേലായുധൻ, സി ശാരദ അമ്മാൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. അടുത്ത ചോദ്യം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഓപ്ഷൻസ്: എ മൗലികാവകാശങ്ങൾ, ബി നിർദ്ദേശക തത്വങ്ങൾ, സി സ്വത്തവകാശങ്ങൾ, ഡി റിട്ടുകൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. ഒന്നുകൂടെ വായിക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ. ഓപ്ഷൻസ്: എ ജനാധിപത്യം മതേതരത്വം, ബി മതേതരത്വം സ്ഥിതി സമത്വം, സി സ്ഥിതി സമത്വം റിപ്പബ്ലിക്, ഡി ജനാധിപത്യം സ്ഥിതി സമത്വം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മതേതരത്വം സ്ഥിതി സമത്വം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. അതായത് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന്. ഓപ്ഷൻസ്: എ ആഗസ്റ്റ് 15, ബി ഒക്ടോബർ 2, സി നവംബർ 26, ഡി ജനുവരി 26. ഉത്തരം ഓപ്ഷൻ സി ആണ്, നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ അനുച്ഛേദം 21A, ബി അനുച്ഛേദം 24, സി അനുച്ഛേദം 14, ഡി അനുച്ഛേദം 51A.
ഉത്തരം ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: എ അമേരിക്ക, ബി ദക്ഷിണാഫ്രിക്ക, സി ബ്രസീൽ, ഡി ഇന്ത്യ. ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ ആണ്. ഇന്ത്യക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ അനുച്ഛേദം 14, ബി അനുച്ഛേദം 19, സി അനുച്ഛേദം 15, ഡി അനുച്ഛേദം 17. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 44 ഭരണഘടനാ ഭേദഗതി, ബി 103 ഭരണഘടനാ ഭേദഗതി, സി 97 ഭരണഘടനാ ഭേദഗതി, ഡി 4 ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 97 ഭരണഘടനാ ഭേദഗതി. 97 ഭരണഘടനാ ഭേദഗതിയിലാണ് അസോസിയേഷനുകൾ അഥവാ യൂണിയനുകളൊക്കെ ഫോം ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ബ്രിട്ടൻ, ബി കാനഡ, സി അമേരിക്ക, ഡി റഷ്യ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്രിട്ടൻ ആണ്. ബ്രിട്ട് എന്നൊക്കെ ഓർത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ്: എ സമത്വത്തിനുള്ള അവകാശം, ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഡി ഇവയെല്ലാം. എല്ലാവർക്കും അറിയാം അല്ലേ? ഇതെല്ലാം മൗലികാവകാശങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.